എക്സ്റ്റൻഷൻസ് ഓഫ് മെൻഡേലിയൻ പ്രിൻസിപ്പിൾസ് ആ കോണ്ടെക്സ്റ്റിൽ വരുന്ന കൺസെപ്റ്റാണ് നോൺ അലീലിക് ഇൻട്രാക്ഷൻസ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് എപ്പിസ്റ്റാസിസ്. ഈ സെഷനിൽ നോൺ അലീലിക് ഇൻട്രാക്ഷൻസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ജീൻ ഇൻട്രാക്ഷൻസിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് മെൻഡേലിയൻ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ജനറ്റിക് മെക്കാനിസംസ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. പേരൻസിൽ എക്സിബിറ്റ് ചെയ്യാത്ത തരത്തിലുള്ള ഫിനോടൈപ്പിക് ട്രേറ്റ്സ് ഓസ്പ്രിങ്സ് കാണിക്കാനുള്ള ഒരു കാരണം ജീൻ ഇൻട്രാക്ഷൻസ് ആണ്. ജീൻ ഇൻട്രാക്ഷൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം: അലീലിക് ജീൻ ഇൻട്രാക്ഷൻസ് ആൻഡ് നോൺ അലീലിക് ജീൻ ഇൻട്രാക്ഷൻസ്. ഒരു ജീൻ്റെ തന്നെ രണ്ട് അലീൽസ് പരസ്പരം ഇൻട്രാക്ട് ചെയ്ത് ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ ഇൻഫ്ലുവൻസ്ഡ് ആകുന്ന ഫിനോമിനന് പറയുന്ന പേരാണ് അലീലിക് ഇൻട്രാക്ഷൻ. നോൺ അലീലിക് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ജീൻസിൻ്റെ നോൺ അലീൽസ് പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നു. ഒരു ക്യാരക്ടറിനെ ഒന്നിൽ കൂടുതൽ ജീൻസ് കൺട്രോൾ ചെയ്യുന്ന മെക്കാനിസത്തിന് ഒരു എക്സാമ്പിളാണ് നോൺ അലീലിക് ജീൻ ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നത്. സംടൈംസ് ജീൻ ഇൻട്രാക്ഷൻസ് മേ ഒക്കർ ബിറ്റ്വീൻ അലീൽസ് ഓഫ് 2 or more genes located in the same chromosome or different chromosome to express a single character. ഒരു ക്രോമസോമിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ക്രോമസോമുകളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന രണ്ടോ അതിൽ കൂടുതലോ ജീൻസിൻ്റെ അല്ലീൽസ് പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ, ഒരു സിംഗിൾ ക്യാരക്ടർ എക്സ്പ്രസ്ഡ് ആകുന്നു അല്ലെങ്കിൽ റെഗുലേറ്റഡ് ആകുന്നു. ഈ മെക്കാനിസത്തെയാണ്, ഈ ഇൻഹെറിറ്റൻസ് പാറ്റേണിനെയാണ് നോൺ അല്ലീലിക് ജീൻ ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഇതിന് പല എക്സാമ്പിൾസ് ഉണ്ട്, പലതരത്തിലുള്ള മെക്കാനിസംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, കോംപ്ലിമെൻ്ററി ജീൻസ്, സപ്ലിമെൻ്ററി ജീൻസ്, ഇൻഹിബിറ്ററി ജീൻസ് ഓർ എപ്പിസ്റ്റാസിസ്, ദെൻ ഡ്യൂപ്ലിക്കേറ്റ് ജീൻസ്, ദെൻ മോഡിഫയിങ് ജീൻസ്. നമ്മൾ ഈ സെഷനിൽ ഫോക്കസ് ചെയ്യുന്നത് എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ നോൺ അലീലിക് ജീൻ ഇൻട്രാക്ഷൻസിനെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് എപ്പിസ്റ്റാസിസ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എപ്പിസ്റ്റാസിസ് എന്താണെന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്യാം. എപ്പിസ്റ്റാസിസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഓർ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ നോൺ അലീലിക് ജീൻ ഇൻട്രാക്ഷൻസ്. അല്ലീൽ ഓഫ് വൺ ജീൻ മാസ്ക് ദ എക്സ്പ്രഷൻ ഓഫ് അല്ലീൽ ഓഫ് അനദർ ജീൻ. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ജീനിൻ്റെ അല്ലീല് വേറൊരു ജീനിൻ്റെ അല്ലീലിൻ്റെ എക്സ്പ്രഷനെ മാസ്ക് ചെയ്യുന്നു. ഏത് ജീനിൻ്റെ അല്ലീലാണോ അല്ലെങ്കിൽ ഏത് ജീനാണോ മറ്റേ ജീനിൻ്റെ എക്സ്പ്രഷനെ മാസ്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള ജീനിന് പറയുന്ന പേരാണ് എപ്പിസ്റ്റാറ്റിക് ജീൻ. ദ ജീൻ ദാറ്റ് സപ്രസ് ദ എക്സ്പ്രഷൻ ഓഫ് ദ അതർ ജീൻ ഈസ് കോൾഡ് എപ്പിസ്റ്റാറ്റിക് ജീൻ. ഹൈപ്പോസ്റ്റാറ്റിക് ജീൻ എന്ന് പറഞ്ഞാൽ ഏത് ജീനിലാണോ എക്സ്പ്രഷൻ സപ്രസ്ഡ് ആകുന്നത് അതിനെ ഹൈപ്പോസ്റ്റാറ്റിക് ജീൻ എന്ന് പറയുന്നു. ദ ജീൻ ഹോസ് എക്സ്പ്രഷൻ ഈസ് ബീയിങ് സപ്രസ്ഡ് ഈസ് കോൾഡ് ഹൈപ്പോസ്റ്റാറ്റിക് ജീൻ. അപ്പോൾ എപ്പിസ്റ്റാറ്റിക് ജീന് ഹൈപ്പോസ്റ്റാറ്റിക് ജീനിൻ്റെ എക്സ്പ്രഷനെ സപ്രസ് ചെയ്യുന്നു. എപ്പിസ്റ്റാറ്റിക് ജീനിൻ്റെ അല്ലീൽസ് ഹൈപ്പോസ്റ്റാറ്റിക് ജീനിൻ്റെ അല്ലീൽസിൻ്റെ എക്സ്പ്രഷനെ സപ്രസ് ചെയ്യാൻ കേപ്പബിലിറ്റിയുള്ള കമ്മോഡിറ്റീസാണ്. അങ്ങനെയാണ് എപ്പിസ്റ്റാസിസ് വർക്ക് ചെയ്യുന്നത്. എപ്പിസ്റ്റാസിസ് രണ്ട് തരത്തിലാണ് വരുന്നത്: ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസ് ആൻഡ് റെസസീവ് എപ്പിസ്റ്റാസിസ്. ഒരു ജീനിൻ്റെ ഡോമിനൻ്റ് അല്ലീൽ മറ്റേ ജീനിൻ്റെ അല്ലീൽസിൻ്റെ എക്സ്പ്രഷനെ സപ്രസ് ചെയ്യുവാണെങ്കിൽ അതിനെ ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസ് എന്ന് പറയും. ഡോമിനൻ്റ് അല്ലീൽ ഓഫ് വൺ ജീൻ മാസ്ക് ദ എക്സ്പ്രഷൻ ഓഫ് അല്ലീൽസ് ഓഫ് അതർ ജീൻ. ഇനി റെസസീവ് എപ്പിസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. റെസസീവ് അല്ലീൽ ഓഫ് വൺ ജീൻ മാസ്ക് ദ എക്സ്പ്രഷൻ ഓഫ് ദ ഡോമിനൻ്റ് അല്ലീൽ ഓഫ് ദ അതർ ജീൻ. അതായത് ഒരു ജീനിൻ്റെ റെസസീവ് അല്ലീൽ മറ്റേ ജീനിൻ്റെ ഡോമിനൻ്റ് അല്ലീലിൻ്റെ എക്സ്പ്രഷനെ ബ്ലോക്ക് ചെയ്യുന്നു. ആദ്യത്തെ കേസിൽ ഒരു ജീനിൻ്റെ ഡോമിനൻ്റ് അല്ലീൽ മറ്റേ ജീനിൻ്റെ അല്ലീൽസിൻ്റെ എക്സ്പ്രഷനെ ആസ് എ ഹോൾ ബ്ലോക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ കേസിൽ ഒരു ജീനിൻ്റെ റെസസീവ് അല്ലീൽ രണ്ടാമത്തെ ജീനിൻ്റെ ഡോമിനൻ്റ് അല്ലീലിൻ്റെ എക്സ്പ്രഷനെ ബ്ലോക്ക് ചെയ്യുന്നു. ഈ എപ്പിസ്റ്റാസിസിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് പുന്നറ്റ് ആൻഡ് ബേറ്റ്സൻ്റെ ക്ലാസിക്കലായിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ്, അതിനെ ബേസ് ചെയ്തിട്ട്, ക്രോസിംഗ് എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് പറയാം.
അപ്പോൾ അവരുടെ ടെസ്റ്റ് ഓർഗാനിസം എന്ന് പറയുന്നത് ലത്തൈറസ് ഓഡറേറ്റസ് എന്ന് പറയുന്ന സീഡ് പീ പ്ലാന്റ് ആയിരുന്നു. ലത്തൈറസ് ഓഡറേറ്റസിൻ്റെ ഫ്ലവർ കളർ പാറ്റേൺ ആണ് അവർ അനലൈസ് ചെയ്തത്. ഇപ്പോൾ ലാത്തൈറസ് ഓഡറേറ്റസിന് 2 ഫ്ലവർ കളറാണ് വരുന്നത്, പർപ്പിൾ ഫ്ലവർ കളറും അതുപോലെ തന്നെ വൈറ്റും. ഈ പർപ്പിൾ എന്ന് പറയുന്ന ആ കണ്ടീഷനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു പിഗ്മെൻ്റ് ആണ്. ദ പർപ്പിൾ കളർ ഈസ് ആക്ച്വലി പ്രൊഡ്യൂസ്ഡ് ബൈ എ പിഗ്മെൻറ്റ് കോൾഡ് ആന്തോസയാനിൻ. അപ്പോൾ ആന്തോസയാനിൻ പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് നടക്കുകയാണെങ്കിൽ ഫ്ലവർ കളർ പർപ്പിൾ ആയിരിക്കും. ഇനി ആന്തോസയാനിൻ പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം റിസൾട്ടിങ് പ്ലാന്റിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് കളർലെസ് ആയിരിക്കും, അല്ലെങ്കിൽ വൈറ്റ് ആയിരിക്കും. ഇനി ഇവരുടെ ക്ലാസിക് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്, അതായത് ഇവർ ക്രോസ് നടത്തി. അപ്പോൾ മെൻഡേലിയൻ പ്രിൻസിപ്പിൾസിൻ്റെ ഡിസ്കവറിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ അനാലിസിസ് ഒക്കെയാണ് ഏകദേശം ഇവിടെ നടക്കുന്നത്. അതേപോലെയുള്ള സിമിലർ പാറ്റേണിൽ അവർ ക്രോസിംഗ് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ലാത്തൈറസ് ഓഡറേറ്റസ് എന്ന് പറയുന്ന സ്വീറ്റ് പീയുടെ 2 വൈറ്റ് വെറൈറ്റീസിനെ അവർ ക്രോസ് ചെയ്തു. അപ്പോൾ P1 പേരൻ്റൽ 1 എന്ന് പറയുന്നത് വൈറ്റ് വെറൈറ്റീസ് ഓഫ് ലാത്തൈറസ് ഓഡറേറ്റസ്. അങ്ങനെ F1 ജനറേഷൻ റേസ് ചെയ്തു. F1 ജനറേഷനിൽ അവർക്ക് കാണാൻ സാധിച്ചത് പർപ്പിൾ ഫ്ലവർ കളറുള്ള പ്ലാന്റ്സ് ആണ്. എല്ലാ പ്ലാന്റ്സും പർപ്പിൾ ഫ്ലവർ കളറുള്ള പ്ലാന്റ്സ് ആയിരുന്നു. ഇനി F1നെ സെൽഫ് ചെയ്യിച്ച് അവർ F2 ജനറേഷൻ റേസ് ചെയ്തു. F2 ജനറേഷൻ റേസ് ചെയ്തപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത് 9:7 എന്ന് പറയുന്ന റേഷ്യോയിൽ, 9 പർപ്പിൾ 7 വൈറ്റ് എന്ന് പറയുന്ന റേഷ്യോയിൽ അവർക്ക് ഫ്ലവർ കളർ പ്ലാന്റ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഇത് ക്ലിയർ കട്ട് മെൻഡേലിയൻ പ്രിൻസിപ്പിൾസിൻ്റെ അല്ലെങ്കിൽ മെൻഡേലിയൻ റേഷ്യോസിൻ്റെ ഒരു ഡീവിയേഷനാണ്. മെൻഡൽ പറഞ്ഞ രീതിയിലാണെങ്കിൽ മോണോഹൈബ്രിഡ് ക്രോസിലാണെങ്കിൽ 3:1, ഡൈഹൈബ്രിഡ് ക്രോസിലാണെങ്കിൽ 9:3:3:1 എന്ന് പറയുന്ന റേഷ്യോസ് ഒക്കെയാണ് വരുന്നത്. ഇവിടെ കിട്ടിയിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 9:7 എന്ന് പറയുന്ന റേഷ്യോ ആണ്. ഇത് എങ്ങനെ വന്നു, ഈ ഡീവിയേഷൻ എങ്ങനെ വന്നു, അതിനെക്കുറിച്ച് അവർ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ആന്തോസയാനിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റിൻ്റെ പ്രൊഡക്ഷൻ, അതിൻ്റെ മെക്കാനിസത്തെക്കുറിച്ച് ബേറ്റ്സൺ ആൻഡ് പുന്നറ്റ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് അവർ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ആന്തോസയാനിൻ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ കളറിംഗ് സബ്സ്റ്റൻസിനെ ഉണ്ടാക്കുന്നത് 2 ജീൻസിൻ്റെ കമ്പൈൻഡ് ആക്ഷൻ്റെ ഫലമായിട്ടാണ്, ജീൻ 1 ആൻഡ് ജീൻ 2. ദീസ് 2 ജീൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ആന്തോസയാനിൻ. ജീൻ 1ന് ഒരു ഡോമിനൻ്റ് അല്ലീലുണ്ട്, ക്യാപിറ്റൽ C. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസസീവ് അല്ലീലാണ് സ്മോൾ c. അതുപോലെ തന്നെ ജീൻ 2ന് ഒരു ഡോമിനൻ്റ് അല്ലീലുണ്ട്, അതാണ് ക്യാപിറ്റൽ P, റെസസീവ് അല്ലീൽ സ്മോൾ p. ഇവിടെ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ C, ക്യാപിറ്റൽ P, ജീൻ 1ൻ്റെ ഡോമിനൻ്റ് അല്ലീലുമായിട്ടുള്ള ക്യാപിറ്റൽ C, അതുപോലെ തന്നെ ജീൻ 2ൻ്റെ ഡോമിനൻ്റ് അല്ലീലുമായിട്ടുള്ള ക്യാപിറ്റൽ P, ഇവയ്ക്ക് രണ്ടിനും ആന്തോസയാനിൻ പിഗ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇൻഡിവിജ്വലായിട്ട് ഇവയ്ക്ക് ഉണ്ടാക്കാനുള്ള കഴിവ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും കമ്പൈൻഡ് ആയിട്ട് മാത്രമേ ഉള്ളൂ. അതായത് ഈ പർട്ടിക്കുലർ അല്ലീൽസ് ക്യാപിറ്റൽ സിയും ക്യാപിറ്റൽ പിയും ഒരുമിച്ച് വരുന്ന അവസ്ഥയിൽ മാത്രമേ ഉള്ളൂ ആന്തോസയാനിൻ പിഗ്മെൻറ്റ് പ്രൊഡക്ഷൻ നടക്കുന്നുള്ളൂ. അതിനുള്ള കാരണം എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്ന മെക്കാനിസമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം മനസ്സിലാക്കി വെക്കുക, ക്യാപിറ്റൽ സിയും ക്യാപിറ്റൽ പിയും ഒരുമിച്ചുള്ള അവസ്ഥയിൽ മാത്രമേ ഉള്ളൂ ആന്തോസയാനിൻ പിഗ്മെൻറ്റ് പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ. അതായത് ഡോമിനൻ്റ് അല്ലീൽസ് 2 ജീൻ്റെയും വേണം. ഇനി ഇവയിൽ ഓരോന്ന് മാത്രമാണ് വരുന്നതെങ്കിൽ, ക്യാപിറ്റൽ C എലോൺ ഓർ ക്യാപിറ്റൽ P എലോൺ, ഇങ്ങനെയുള്ള കണ്ടീഷനിലാണെങ്കിൽ ആന്തോസയാനിൻ പിഗ്മെൻറ്റ് പ്രൊഡക്ഷൻ നടക്കത്തില്ല. ഇവയ്ക്ക് ഇൻഡിവിജ്വലായിട്ട് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞാൽ പോലും ആ എലോണായിട്ട് അവ എക്സിസ്റ്റ് ചെയ്യുന്ന ആ കണ്ടീഷനിൽ, ക്യാപിറ്റൽ C എലോൺ, ക്യാപിറ്റൽ P എലോൺ, എന്നീ കണ്ടീഷൻസിൽ എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം വഴി അവയുടെ ആക്ഷൻ ഹിൻഡർ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കി എടുക്കാം. ക്രോസ് ഉപയോഗിച്ചിട്ട്, ജീനോടൈപ്പ് കാണിക്കുന്ന ക്രോസ് ഉപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ബേറ്റ്സൺ ആൻഡ് പുന്നറ്റിൻ്റെ നേരത്തെ ഡിസ്ക്രൈബ് ചെയ്ത ക്രോസ് ആണ്
ജീനോട്ടിപ്പിക്കലി ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. 2 വൈറ്റ് വെറൈറ്റീസിനെ P1 ക്രോസ് ചെയ്യിപ്പിച്ചു. ആ ക്രോസ് ചെയ്യിച്ചിരിക്കുന്ന ഇൻഡിവിജ്വൽസിൻ്റെ ജീനോടൈപ്പ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ക്യാപിറ്റൽ സി സ്മോൾ പി ഈ വൈറ്റ് വെറൈറ്റിയെ സ്മോൾ സി ക്യാപിറ്റൽ പി എന്ന് പറയുന്ന വെറൈറ്റിയുമായിട്ട് ക്രോസ് ചെയ്യിച്ചു. അതായത് ഫസ്റ്റ് വൈറ്റ് ടൈപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജീൻ 1ൻ്റെ ഡോമിനൻ്റ് അല്ലീൽ ഹോമോസൈഗസ് കണ്ടീഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ജീൻ 2ൻ്റെ അല്ലീൽ റെസസീവ് ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷനിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ സി സ്മോൾ പി. ഇനി രണ്ടാമത്തെ ഇൻഡിവിജ്വലിൽ നോക്കുകയാണെങ്കിൽ ജീൻ 1ൻ്റെ ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷൻ ദാറ്റ് ഈസ് സ്മോൾ സി. ജീൻ 2ൻ്റെ ഹോമോസൈഗസ് ഡോമിനൻ്റ് കണ്ടീഷൻ ക്യാപിറ്റൽ പി. ഇനി ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഗ്യാമേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഇൻഡിവിജ്വലിൽ നിന്ന് ക്യാപിറ്റൽ സി സ്മോൾ പി, ദെൻ സ്മോൾ സി ക്യാപിറ്റൽ പി രണ്ടാമത്തെ ഇൻഡിവിജ്വലിൽ നിന്ന്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ക്യാപിറ്റൽ സി ക്യാപിറ്റൽ പി സ്മോൾ പി. അതായത് ഡബിൾ ഹെട്രോസൈഗോട്ട് കിട്ടും. ഇതിൻ്റെ റിസൾട്ടിങ് ഫ്ലവർ കളർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പർപ്പിൾ ആയിരിക്കും. അതിനുള്ള കാരണം എന്താണ്? ജീൻ 1ൻ്റെയും ജീൻ 2ൻ്റെയും ഡോമിനൻ്റ് അല്ലീൽ പർപ്പിൾ ഫ്ലവർ കളറിന് അത്യാവശ്യമാണ്. ആന്തോസയാനിൻ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ക്യാപിറ്റൽ സി ക്യാപിറ്റൽ പി ഒരുമിച്ച് ഉണ്ടായിരിക്കണം. സി ആൻഡ് പി ടുഗദർ വിൽ റിസൾട്ട് ഇൻ പർപ്പിൾ ഫ്ലവർ കളർ. അപ്പോൾ ഇത് പർപ്പിൾ ഫ്ലവർ കളർ ആയിരിക്കും. ഇനി ഇങ്ങനെയുള്ള ജീനോടൈപ്പ് ഉള്ള ഇൻഡിവിജ്വലിനെ സെൽഫ് ചെയ്യിക്കുകയാണ് F1 × F1. ഇപ്പോൾ പർപ്പിൾ ചെയ്യിക്കുമ്പോഴേക്കിന് അവിടെ ഉണ്ടാകുന്ന ഗ്യാമേറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രണ്ടും ഒരേ കോൺഫിഗറേഷനിൽ തന്നെയാണ്. ക്യാപിറ്റൽ സി ക്യാപിറ്റൽ പി, ദെൻ ക്യാപിറ്റൽ സി സ്മോൾ പി, ദെൻ സ്മോൾ സി ക്യാപിറ്റൽ പി സ്മോൾ പി. ഇങ്ങനെയുള്ള രണ്ട് സൈഡിൽ നിന്നുമുള്ള ക്രോസ് അത് പുന്നറ്റ് സ്ക്വയറിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഇൻഡിവിജ്വൽസിനെ ക്രോസ് ചെയ്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഈ ആദ്യത്തെ ഇൻഡിവിജ്വൽ നോക്കുകയാണെങ്കിൽ അവിടെ ക്യാപിറ്റൽ സിയും ക്യാപിറ്റൽ പിയും ഉണ്ട്. ദാറ്റ് മീൻസ് ദ റിസൾട്ടിങ് ഫ്ലവർ കളർ വിൽ ബി പർപ്പിൾ. അതായത് ഇത് എങ്ങനെയാണെന്ന് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ സി ക്യാപിറ്റൽ പി. അപ്പോൾ റിസൾട്ടിങ് ഫ്ലവർ കളർ ക്യാപിറ്റൽ സി ക്യാപിറ്റൽ പി ഉള്ളതുകൊണ്ട് പർപ്പിൾ ആണ്. ഇനി രണ്ടാമത്തെ ഇൻഡിവിജ്വലിൽ നോക്കുകയാണെങ്കിൽ അവിടെ ക്യാപിറ്റൽ സിയും ക്യാപിറ്റൽ പിയും ഉണ്ട്. അപ്പം റിസൾട്ടിങ് ഫ്ലവർ കളർ പർപ്പിൾ ആയിരിക്കും. ക്യാപിറ്റൽ സി ക്യാപിറ്റൽ പി സ്മോൾ പി. ഇനി മൂന്നാമത്തേതിനകത്ത് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ സി ക്യാപിറ്റൽ പി അവിടെയും ക്യാപിറ്റൽ സി ക്യാപിറ്റൽ പി ഉണ്ട്. അതിൻ്റെ അർത്ഥം പർപ്പിൾ ഫ്ലവർ കളർ ആയിരിക്കും. ഇനി അടുത്തത് നോക്കിയാലും അത് തന്നെയാണ്. ക്യാപിറ്റൽ സി ക്യാപിറ്റൽ പി സ്മോൾ പി, ക്യാപിറ്റൽ സി ക്യാപിറ്റൽ പി ഉള്ളതുകൊണ്ട് പർപ്പിൾ ഫ്ലവർ കളർ ആയിരിക്കും. ഇനി അടുത്തത് ഇതാണ്. അതായത് ഇതും കൂടെ ക്രോസ് ചെയ്ത് ഉണ്ടാകുന്നതാണ്. ഈ രണ്ട് ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്ത് ഉണ്ടാകുന്നതാണ് ക്യാപിറ്റൽ സി ക്യാപിറ്റൽ പി സ്മോൾ പി. അഗെയിൻ പർപ്പിൾ ഫ്ലവർ കളർ ആയിരിക്കും. എന്തുകൊണ്ട്? ക്യാപിറ്റൽ സി ഉണ്ട് ക്യാപിറ്റൽ പി ഉണ്ട്. ഇനി അടുത്ത ഇൻഡിവിജ്വലിൽ നോക്കുകയാണെങ്കിൽ ഈ ഗ്യാമേറ്റും ഫ്യൂസ് ചെയ്തതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ ക്യാപിറ്റൽ സി സ്മോൾ പി ആണ്. ഇതിൻ്റെ ഫീനോടൈപ്പ് ഫ്ലവർ കളർ എന്ന് പറയുന്നത് വൈറ്റ് ആയിരിക്കും ഇൻസ്റ്റെഡ് ഓഫ് പർപ്പിൾ. അതിനുള്ള കാരണം എന്താണ്? ഇവിടെ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ സി മാത്രമേ ഉള്ളൂ, ക്യാപിറ്റൽ പി ആബ്സെൻ്റ് ആണ്. സോ ദ റിസൾട്ടിങ് കളർ വിൽ ബി വൈറ്റ് ഇൻസ്റ്റെഡ് ഓഫ് പർപ്പിൾ. ആന്തോസയാനിൻ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അവിടെ ക്യാപിറ്റൽ സിയും ക്യാപിറ്റൽ പിയും ഉണ്ട്, പർപ്പിൾ ഫ്ലവർ കളർ ആയിരിക്കും. ഇനി ഉള്ളത് ഈ വെറൈറ്റിയാണ്. അതായത് ഈ ഗ്യാമേറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്ത് ഉണ്ടാകുന്നതാണ് ഈ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ. അപ്പോൾ അയാളുടെ ജീനോടൈപ്പ്, ആ പർട്ടിക്കുലർ ഇൻഡിവിജ്വലിൻ്റെ ജീനോടൈപ്പ് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ സി സ്മോൾ പി ആണ്. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ പി ഈസ് ആബ്സെൻറ്റ്. ദ റിസൾട്ടിങ് ഫ്ലവർ കളർ വിൽ ബി വൈറ്റ് ഇൻസ്റ്റെഡ് ഓഫ് പർപ്പിൾ. ഇവിടെ ക്യാപിറ്റൽ പി ഇല്ല, ക്യാപിറ്റൽ സി മാത്രമേ ഉള്ളൂ, വൈറ്റ് ആയിരിക്കും. ഇനി ഇയാൾക്ക് ക്യാപിറ്റൽ സിയും ഉണ്ട് ക്യാപിറ്റൽ പിയും ഉണ്ട്, പർപ്പിൾ. അപ്പം നിങ്ങളിത് പേപ്പറിൽ വർക്കൗട്ട് ചെയ്ത് നോക്കണം. അപ്പം ഞാനത് ഓരോന്നും ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത് കൃത്യമായിട്ട് അങ്ങനെ പറയുന്നില്ല. അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഈ ഐഡിയ എല്ലാവർക്കും അറിയാം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് പോകുന്നത്. ക്യാപിറ്റൽ സി ക്യാപിറ്റൽ പി ഇവിടെ ഉണ്ട്, അപ്പോൾ പർപ്പിൾ ആയിരിക്കും. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഇൻഡിവിജ്വലിൻ്റെ പ്രത്യേകത
ഈ ഗ്യാമേറ്റും ഫ്യൂസ് ചെയ്തുണ്ടായതാണ്. അപ്പോൾ സ്മോൾ സി ക്യാപിറ്റൽ പി വൈറ്റ് ആയിരിക്കും. അവിടെ ക്യാപിറ്റൽ സി ആബ്സെൻ്റ് ആണ്. ദെൻ അഗെയിൻ ഇതും വൈറ്റ് ആയിരിക്കും. ഈ ഗ്യാമേറ്റും ചേർന്നുണ്ടായതാണ്. സ്മോൾ സി ക്യാപിറ്റൽ പി. അവിടെ ക്യാപിറ്റൽ സി ആബ്സെൻ്റ് ആണ്. ഇനി ഇയാൾക്ക് പ്രശ്നമൊന്നുമില്ല. ഇയാൾ പർപ്പിൾ തന്നെയാണ്. ക്യാപിറ്റൽ സി ക്യാപിറ്റൽ പി. ദെൻ ഈ ഇൻഡിവിജ്വൽ, അതായത് ഈ ഗ്യാമേറ്റും ഫ്യൂസ് ചെയ്തുണ്ടാകുന്നതാണ്. ക്യാപിറ്റൽ സി സ്മോൾ പി. ഇത് വൈറ്റ് ആയിരിക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ അഗെയിൻ വൈറ്റ് തന്നെയാണ്. ഇതൂടെ ചേർന്നുണ്ടാകുന്നതാണ്. സ്മോൾ സി ക്യാപിറ്റൽ പി വൈറ്റ്. ക്യാപിറ്റൽ സി ആബ്സെൻ്റ് ആണ്. ഇവിടെ ക്യാപിറ്റൽ പി ആണ് ആബ്സെൻ്റ്, ഇവിടെ ക്യാപിറ്റൽ സി ആണ് ആബ്സെൻ്റ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ഡബിൾ ഹോമോസൈഗസ് റെസസീവ് ആണ്. സ്മോൾ സി പി. അതായത് സ്മോൾ പി ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ആ രണ്ട് ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്തുണ്ടാകുന്നതാണ് ഈ വെറൈറ്റി. അപ്പോൾ നമുക്ക് ഇനി കൗണ്ട് ചെയ്യാം പർപ്പിൾ എത്രയുണ്ടെന്നുള്ളതാണ്. ഇത് പർപ്പിളാണ്. 1 2 3 4 5 6 7 8 9 പർപ്പിൾ ഉണ്ട്. ഇനി വൈറ്റ് 1 2 3 4 5 6 7 പർപ്പിൾ. 9 out of 16 are purple, then 7 out of 16 are white. അപ്പോൾ വൈറ്റ് വെറൈറ്റി എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ഫിനോടൈപ്പ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജീനോടൈപ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. കംപ്ലീറ്റ്ലി റെസസീവ് ആയിട്ടുള്ളത് ഏതാണ്? ഈ ലാസ്റ്റ് വൺ ആണ്. സ്മോൾ പി ഡബിൾ ഹോമോസൈഗസ് റെസസീവ് ആണ്. ഇനി വേറെ ക്യാപിറ്റൽ സിയുടെ കോമ്പിനേഷൻസ് ഉണ്ട്, ദെൻ ക്യാപിറ്റൽ പിയുടെ കോമ്പിനേഷൻസ് ഉണ്ട്. ക്യാപിറ്റൽ സി എലോൺ എന്ന് പറയുന്ന കണ്ടീഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ജീനോടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്യാപിറ്റൽ സി സ്മോൾ പി ദെൻ ക്യാപിറ്റൽ സി സ്മോൾ പി. ഇനി ക്യാപിറ്റൽ പി എലോൺ എക്സിസ്റ്റ് ചെയ്യുന്ന ആ കണ്ടീഷൻസിൽ വരുന്നത് ഏതൊക്കെ ജീനോടൈപ്സ് ആണ്? സ്മോൾ സി ക്യാപിറ്റൽ പി ദെൻ സ്മോൾ സി ക്യാപിറ്റൽ പി. ക്യാപിറ്റൽ സി എന്ന് പറയുന്നത് ജീൻ 1ന്റെ ഡോമിനൻ്റ് അല്ലീലാണ്. സ്മോൾ പി എന്ന് പറയുന്നത് ജീൻ 2ന്റെ റെസസീവ് അല്ലീലാണ്. ക്യാപിറ്റൽ സിക്ക് ആന്തോസയാനിൻ പിഗ്മെന്റ് പ്രൊഡക്ഷൻ കേപ്പബിലിറ്റി ഉണ്ട്, പക്ഷേ ആ കേപ്പബിലിറ്റിയെ ഇവിടെ ജീൻ 2ന്റെ റെസസീവ് അല്ലീൽ സപ്രസ് ചെയ്യാണ്. അതായത് ഇവിടെ നടക്കുന്നത് റെസസീവ് എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്ന മെക്കാനിസമാണ്. സ്മോൾ പി ഓഫ് ജീൻ 2 or the recessive allele of gene 2 will mask the expression of the dominant allele of gene 1. ഈ രണ്ട് കേസിലും അങ്ങനെയാണ്. ഇവിടെ ഹെട്രോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷനാണ് ക്യാപിറ്റൽ സിക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒരു ക്യാപിറ്റൽ സി ഇവിടെ ഉണ്ട്, ഒരു അല്ലീലുണ്ട്, എന്നാൽ പോലും അതിന് ആന്തോസയാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനുള്ള കാരണം ആന്തോസയാനിൻ പിഗ്മെന്റ് പ്രൊഡക്ഷൻ കേപ്പബിലിറ്റിയെ സ്മോൾ പി എന്ത് ചെയ്യുന്നു? സപ്രസ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ അവിടെ ക്യാപിറ്റൽ പി എന്ന് പറയുന്നത് ജീൻ 2ന്റെ ഡോമിനൻ്റ് അല്ലീലാണ്. ആ ഡോമിനൻ്റ് അല്ലീൽ രണ്ട് രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഹോമോസൈഗസ് കണ്ടീഷനിലും ഹെട്രോസൈഗസ് കണ്ടീഷനിലും. അപ്പോൾ ഈ കേസിൽ ജീൻ 2ന്റെ ഡോമിനൻ്റ് അല്ലീലിൻ്റെ എക്സ്പ്രഷനെ ജീൻ 1ന്റെ റെസസീവ് അല്ലീൽ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ പി എന്ന് പറയുന്ന അല്ലീൽ ഉണ്ടായിരുന്നിട്ട് പോലും അവിടെ ആന്തോസയാനിൻ പിഗ്മെന്റ് പ്രൊഡക്ഷൻ നടക്കാതിരിക്കാനുള്ള കാരണം ക്യാപിറ്റൽ പി എന്ന് പറയുന്നത് ജീൻ 2ന്റെ ഡോമിനൻ്റ് അല്ലീലാണ്. ആ ഡോമിനൻ്റ് അല്ലീലിൻ്റെ എക്സ്പ്രഷനെ സപ്രസ് ചെയ്യാൻ ജീൻ 1ന്റെ റെസസീവ് അല്ലീലിന് സാധിക്കുന്നുണ്ട്. ഈ മെക്കാനിസത്തെയാണ് നമ്മൾ എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത ആ ക്രോസിൽ നിന്ന് മനസ്സിലാക്കേണ്ട എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത് റെസസീവ് എപ്പിസ്റ്റാസിസ് ആണ്. അതായത് നോൺ അലീലിക് ഇൻട്രാക്ഷനിൽ വരുന്ന ഒരു മെക്കാനിസമാണ്, ജീൻ ഇൻട്രാക്ഷൻ മെക്കാനിസമാണ് റെസസീവ് എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത്. അവിടെ ഒരു ജീനിൻ്റെ റെസസീവ് അല്ലീൽസ് വേറൊരു ജീനിൻ്റെ ഡോമിനൻ്റ് അല്ലീൽസിൻ്റെ എക്സ്പ്രഷനെ സപ്രസ് ചെയ്യുന്നു. ഈച്ച് ഓഫ് ദ റെസസീവ് അല്ലീൽസ് small c and small p is epistatic over the dominant allele of the other gene. Small c is epistatic over capital P gene. Then small p is epistatic over capital C gene. ഇതിനെയാണ്
എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇല്ലസ്ട്രേറ്റ് ചെയ്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് റെസസീവ് എപ്പിസ്റ്റാസിസിന് ഒരു എക്സാമ്പിളാണ്.